ഹായ് ഗെയ്സ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ടീനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടി. ഇപ്പോൾ എന്താ ചെയ്യാൻ പോയുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ കടയിലേക്ക് പോകാൻ വേണ്ടി പോകണം. ഓക്കെ, നമുക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. ഗെയ്സ്, അപ്പോൾ ഞാൻ കടയിലെത്തിയിട്ടുണ്ട്. കടയിൽ വന്ന് കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൽ പേരെഴുതാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടീനയും പിള്ളേർ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ജോലിയും കഴിഞ്ഞ് വന്ന വഴിയാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ബർത്ത്ഡേ ആയിട്ട് ഞാനൊന്നും പ്രത്യേകിച്ച് രാവിലെ വിഷ് ചെയ്തെന്നല്ലാണ്ട് വേറൊരു ഇതിനെപ്പറ്റി ഒന്നും വേണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പുള്ളി അപ്പോൾ കേക്കിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പേര് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിങ്ങനെ എഴുതണ കണ്ട അതിൻ്റെ ആ ഭംഗി ആസ്വദിച്ച് നിന്ന് അടിപൊളിയായിട്ട് എന്ത് സ്പീഡിലായിട്ട് എഴുതണമെന്ന് നോക്കിയേ. കണ്ടോ, നിസ്സാര സമയം കൊണ്ട് എഴുതി കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടീന. ഓക്കെ, എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വരാം. എന്താണ് അവരുടെ റിയാക്ഷൻ എന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, Happy birthday to you. Happy birthday to you. Happy birthday, my dear Tina. Happy birthday to you. മാല നടയില്. കട്ട് ചെയ്തോ? അത് കുഴപ്പമില്ല, കട്ട് ചെയ്തോ. തിരിയൊന്നും കത്തിക്കണ്ട, കുഴപ്പമില്ല. ഞാൻ ഓർത്തട്ടെ, ഈ പൂമല സാധാരണ അങ്ങനെയല്ല കൊണ്ടുവരുമ്പോ ഇങ്ങനെയാണല്ലോ, പിന്നെ എന്തിനാ പൂമാല ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു ഓർത്ത്. അല്ല പിടിച്ചോ? അപ്പൊ ഇതൊക്കെ പോയെടുത്ത് കുഞ്ഞിപ്പുറത്തോടാ, അപ്പുറത്തേക്ക് കിട്ടൂല. മാച്ചും അടുത്തേക്ക് ആ ഡോറിന്ന് ചാരി. അപ്പോൾ ഇന്ന് ടീനയുടെ ജന്മദിനമാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും അതിൽ പങ്കാളികളാവുക. ടീനയ്ക്ക് വേണ്ടി വിഷ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി